15 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. 3 കോഴിമുട്ട ഇത് പുഴുക്കി വെച്ചിരിക്കുന്നതാണ്. ചീനച്ചട്ടിയോ കടായിയോ എന്തെങ്കിലും അടുപ്പത്തിട്ട് വെക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 10-20 വറ്റൽമുളകുണ്ട്. ആ മുളകൊന്ന് വറുത്തെടുക്കണം. ഒരു കോഴി ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കായും കൂടെ ഈ എണ്ണക്കകത്ത് ഇട്ട് കൊടുക്കും. നമുക്കറിയാമല്ലോ ഈ വെണ്ടയ്ക്കായ്ക്കകത്ത് എന്ന് പറഞ്ഞാൽ ഒരു വഴുവഴുപ്പുണ്ട്. അതൊന്ന് മാറ്റിയെടുക്കണം. വലു നോക്കി 2 സവോള ഇതേപോലെ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്നു ഇട്ട് കൊടുക്കുക. 2-3 പച്ചമുളക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന മുളക് ഞാനൊന്ന് കൊടുക്കുകയാണ്. എന്തായാലും ഒന്ന് പൊടിച്ചുണ്ട് ഈ ഒരു രീതിക്ക് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ സവോള ഇതേപോലെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. അല്പം കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക. ഒരു 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക. ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. 1/2 ടീസ്പൂണ് മസാലപ്പൊടി, അതായത് ഗരം മസാലപ്പൊടി. നല്ല പഴുത്ത് നോക്കി 2 തക്കാളിയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കും. എല്ലാം കൂടെ ഒന്ന് ഇളക്കി. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞിട്ടുണ്ട്. വറുത്ത് പൊടിച്ച ഈ മുളകും കൂടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടൊരു ഗ്രേവിയായി. ഇനി നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഈ വെണ്ടയ്ക്ക ഈ ഗ്രേവിക്കകത്തോട്ട് ഇട്ട് കൊടുക്കും. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഒരു 1/4 ഗ്ലാസ് അളവിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി വെക്കാം. ഒരു 3 മിനിറ്റെങ്കിലും ചെറിയ തീയിലിരിക്കട്ടെ. ഈ കോഴിമുട്ട ഒന്ന് മുറിച്ച് വെക്കാം. ഇതേപോലെ ഒരു കോഴിമുട്ട ഞാൻ 4ആയിട്ടാണ് മുറിക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ മുറിച്ച് വെച്ചിരിക്കുന്ന മുട്ട എല്ലാം കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. നമ്മുടെ വെണ്ടയ്ക്ക മുട്ട പെരട്ട് നല്ല അടിപൊളിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. വെണ്ടയ്ക്ക മേടിക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്.